ഞാനിപ്പോൾ എയർപോർട്ടിൽ നിന്നാണ്, കാശി വാരണാസി എയർപോർട്ടിൽ നിന്ന് ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് നമുക്ക് സംസാരിക്കുന്നത്. ഞങ്ങളുടെ കാശി, അയോധ്യ, പ്രയാഗ്രാജ് യാത്രയുടെ ലാസ്റ്റ് ഡേ ഇന്ന് തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങൾ എയർപോർട്ടിലിരിക്കുകയാണ്. ഞാൻ എൻ്റേതായ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുള്ളായിരിക്കും. വാരണാസിയിലെ, പ്രത്യേകിച്ചും വാരണാസിയിലാണ്. അപ്പോൾ അയോധ്യയും പ്രയാഗരാജും അത്ര തിരക്കില്ല, നമുക്ക് കാര്യങ്ങളെല്ലാം എളുപ്പമാണ്. പക്ഷേ വാരണാസിയിൽ വന്നാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഭയങ്കര റഷാണ് എപ്പോഴും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് എത്താനോ വിചാരിക്കുന്ന സമയത്ത് പുറപ്പെടാനോ സാധിക്കാതെ വരും. അതുകൊണ്ട് എല്ലാം അഡ്വാൻസായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. പിന്നെ വാരണാസിയിൽ വന്നാൽ ഇവിടെ സ്പെഷ്യലി നമ്മൾ ശ്രദ്ധിക്കണം, ഓട്ടോറിക്ഷ ഇവിടെ മീറ്ററോ അങ്ങനെ ഒന്നുമില്ല. ചാർജ് അവരുടെ വായിൽ പറയണ പോലെയാണ് ചാർജ്. അതിനൊരു ഇതുമില്ല. ഞങ്ങൾക്കും എക്സ്പീരിയൻസ് അതായി. അതുകൂടാതെ ബലികർമ്മങ്ങൾ നടത്താനും നമ്മൾ ബാർഗെയിൻ ചെയ്യണം. കാരണം അവർ വളരെ വലിയ റേറ്റാണ് പറയുന്നത്. അപ്പോൾ കാലത്ത് ഏർലി മോർണിംഗ് നമ്മൾ വലിയ കർമ്മത്തിന് പോയാൽ അവിടെ പല സന്യാസിമാർ, പല പൂജാരികൾ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ആലുവ ശിവരാത്രിയുടെ ആലുവ അമ്പലത്തിൻ്റെ പോലെ തന്നെ, മണപ്പുറം പോലെ തന്നെ അവിടെയും ആൾക്കാർ ഇരിക്കുന്നുണ്ട്. നമുക്ക് ആരെങ്കിലും അടുത്ത് പോയി സംസാരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ കാർന്നോന്മാർക്ക് വേണ്ട ഇടാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്തിട്ട് ചെയ്യണോ, അല്ലെങ്കിൽ നമ്മുടെ പൈസ അവർ കണ്ടമാനെടുക്കും. അതുപോലെ തന്നെ ഇടുമ്പോൾ നമ്മുടെ ആവശ്യമുള്ള മാത്രമേ ഇടാൻ പാടുള്ളൂ. അവർ നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് പല പല ബലികളുടെ പേര് പറയും. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിനെല്ലാം റേറ്റ് കൊടുക്കണം. അത് കഴിഞ്ഞാൽ വാരണാസിയിലെ നമ്മുടെ വാരണാസിയിലെ ക്ഷേത്രം, ശിവക്ഷേത്രം, കാശി വിശ്വനാഥ ക്ഷേത്രം ദർശിക്കണം. ദർശിക്കാൻ നമുക്ക് 300 രൂപ കൊടുത്ത് ഈ ടോക്കൺ എടുത്ത VIP പോലെ പോവാം. പക്ഷേ അതും ലൈനിലാണ്. അതിനും അവിടെ ബ്രോക്കേഴ്സ് നിൽക്കുന്നുണ്ട്. അവർക്കും കാശ് കൊടുത്ത് നമുക്ക് അടുത്ത് പോയി പെട്ടെന്ന് തൊഴുത് വരാം. പക്ഷേ അമ്പലങ്ങളിൽ പോകുമ്പോൾ നമ്മളങ്ങനെ ചെയ്യാതെ നമ്മൾ ആ ലൈനിൽ നിന്ന് പോയാൽ 1 മണിക്കൂർ 2 മണിക്കൂറിന് നോർമൽ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് നല്ല ദർശനം കിട്ടി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ശിവലിംഗം അടിയിലാണ്, ഒരു ചബൂത്രയുടെ അടിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴേക്ക് നോക്കിയാലേ അത് തൊഴാൻ പറ്റുകയുള്ളൂ, അല്ലാതെ മേലെ നമുക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കണം. പക്ഷേ ജീവിതത്തിൽ വലിയൊരു എക്സ്പീരിയൻസാണിത്. ഒരു ട്രിപ്പ് കാശിയിൽ നമുക്ക് നമ്മുടേതായ എക്കണോമിക് കണ്ടീഷൻ അനുസരിച്ച് ട്രെയിനിലോ ഫ്ലൈറ്റിലോ ബസ്സിലോ എങ്ങനെയെങ്കിലും വന്ന് ഒരു ട്രിപ്പ് ഇവിടുത്തെ ജീവിതം കണ്ടാൽ നമുക്ക് ജീവിതത്തിൻ്റെ ഒരു അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. 82 ഘട്ടുകളുണ്ട് ഇവിടെയെല്ലാം. ബോഡികൾ ക്രിമേഷൻ ഉണ്ടാവും എമർജൻസിയിൽ. അല്ലാതെ ഇരുന്ന 2-3 ഘട്ടുണ്ട്. മണിനർദ്ദൻ ഘട്ട്, അങ്ങനെ 2-3 ഘട്ടുണ്ട്. ആ ഘട്ടുകളിലെല്ലാം 24 അവേഴ്സും ബോഡികൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗംഗാ റിവർ പണ്ടത്തെ പോലെയല്ല, വാരണാസി പണ്ടത്തെ പോലെയല്ല. കാരണം വാരണാസിയിലും വളരെ മാറ്റങ്ങൾ വന്നു. ഈ ലാസ്റ്റ് 10 ഇയറിൽ വാരണാസിയിലെ ക്ഷേത്രങ്ങളുടെ ചുറ്റുപാടുമുള്ള റോഡുകളൊക്കെ നല്ല വിസ്താരം ചെയ്ത് വളരെ ഭംഗിയായി വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം കൊണ്ടും എത്രയായാലും ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന സ്ഥലമായതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഹോട്ടൽസിലും കുറച്ച് ചാർജുകൾ കൂടുതലുണ്ട്. അതുകൊണ്ട് നോക്കി നമ്മൾ ആദ്യമേ ബുക്ക് ചെയ്താൽ അതെല്ലാം കുറയും. പിന്നെ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യണം. ഇതാണ്. പിന്നെ ക്രിയകൾ നമ്മൾ ചെയ്താൽ നമുക്കൊരു മനസ്സിനൊരു സമാധാനവും സന്തോഷവും കിട്ടുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടായിരിക്കണം ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് ചെയ്യണം. ഗംഗാ റിവറാണെങ്കിൽ വളരെ നീറ്റായിട്ടിരിക്കുന്നുണ്ട്. പണ്ടത്തെ ഗംഗാ റിവറല്ല. ഡെഡ് ബോഡിയൊന്നും അതിലിടില്ല. അതെല്ലാം കത്തിച്ച് ആഷ് മാത്രമേ ഇത് ഇടുന്നുള്ളൂ. അതുകൊണ്ട് ഒരു വൃത്തികേടും ഗംഗാ റിവറിലില്ല. പിന്നെ ഗംഗാ റിവറിൽ ഡെഫിനറ്റായിട്ട് നമ്മൾ
ഒരു ബോട്ട് റൈഡ് നടത്തണം. അപ്പോൾ നമുക്ക് ഈവനിങ്ങിലെ ഗംഗാ ആരതി കാണാൻ പറ്റും. അത് വളരെ ഭംഗിയുണ്ട്. ഒരു വളരെ ഭക്തിനിർഭരമായ ഒരു കാര്യമാണ്. അത് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, വരിക, സാധനങ്ങൾ കുറച്ച് കൊണ്ടുവരിക, അധികം കൂടാതെ. അപ്പോൾ ലഗേജ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ നമുക്ക് സൗകര്യം ഉണ്ടാവും. പിന്നെ ആദ്യമേ അഡ്വാൻസ് ബുക്ക് ചെയ്ത് ചെയ്യുക. ഹരി ഓം.